മണം വരും. ഒരു മണം കുറച്ചായിട്ട് വലിക്കുന്നവരെ പല്ലും മോണയൊക്കെ നിറവ്യത്യാസം വരും ഇല്ലേ? കണ്ടിട്ടില്ലേ? എവിടെ ദൂരം നോക്കിയാൽ ഈ പുകകളോട് കാണാൻ പറ്റും. മദ്യപിക്കുന്നവരെ കുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റേ സാധനം നമുക്കൊന്നും അറിയില്ല. കിട്ടാതിരിക്കുമ്പോൾ ഇവ കാണിക്കുന്ന ക്രാന്തികൾ മാത്രം ദൂരത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. ഇതാണ് ഇത് തമ്മിൽ വ്യത്യാസം. അപ്പോൾ പുകവലിക്കാൻ നാല് വരും. ആരും ഒരാൾ ആൺകുട്ടികൾ കുട്ടികൾ അറിവുകൾ ആർക്ക് വരാം. അല്ല, ഞാനിത് ക്ലാസിന്റെ വിജയത്തിന് വേണ്ടി മാത്രം പറഞ്ഞ അതേപോലെ സമയക്കുറവുണ്ട്. എന്തായാലും ഇവര് ഈ ക്ലാസിന്റെ വിജയത്തിന് വേണ്ടി ഇവരെ ഞാൻ അഭിനന്ദിക്കുക. അവർ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു അല്ലേ? ഈ എനിക്ക് ഇന്നോട് ഒരു സംശയം ചോദിക്കാറുണ്ട്. പുകവലി ആരോഗ്യത്തിന് ഹാനികരാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇവിടെയാണ് പ്രശ്നം നിലനിൽക്കുന്നത്. അപ്പൊ നാല് സാധിക്കാൻ വേണ്ടി ചക്കര തേനെ പാല് മുട്ടൊക്കെ പറയും. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് നമ്മൾ മനസ്സ് മന്ത്രിക്കുന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ചെയ്യാൻ പാടില്ല. എന്ത് പറഞ്ഞാലും ചെയ്യാൻ പാടില്ല. ആ അച്ഛനും അമ്മ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആളെ ഒന്ന് പറഞ്ഞാലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ അപകടത്തിലേക്ക് നിങ്ങൾ ചെന്നു. അവസാനം എന്താ പറയുക? ഏതെങ്കിലും മരത്തിന്റെ കുമ്പിൽ പാവിന്റെ കാറിന്റെ മുമ്പ് പോയിട്ടുള്ള അല്ലെങ്കിൽ എത്രയോ മക്കള് പെൺകുട്ടികളെ പ്രത്യേകിച്ചു ആൺകുട്ടികളാണ് അവരെ കാര്യം സാധിക്കുന്നവരെ എല്ലാം പറയും. ഞാനിപ്പോ ധാരാളം കിട്ടാൻ വേണ്ടി ക്ലാസിന്റെ വിജയം വന്നിട ഒരു മരുന്നാളെ പ്രയോഗിച്ചു. ഓടി വന്നു ആ ശൈലി എല്ലാവരും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ സ്കൂളിലും കോളേജിലും മറ്റു നിങ്ങൾ ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ കമ്പനികളിൽ ചെല്ലുകൊണ്ടതും നിങ്ങൾ അറിയാതെ വലിയ അപകടത്തിൽ ഒരു കാരണവശാലും ചെയ്യുക. ആര് പറഞ്ഞാലും ചെയ്യണം. ഓക്കെ.